എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ്. ടോവിനോ തോമസ് ആണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചുരുളഴിയാതെ കിടക്കുന്ന 2 പ്രധാന കുറ്റകൃത്യങ്ങളും ആ കേസുകളുടെ തുടർന്നുള്ള അന്വേഷണവുമാണ് ഈ കഥ. വീഡിയോ ലെങ്ത് കൂടുമെന്നതിനാൽ 2 പാർട്ടായിട്ടായിരിക്കും 2 കേസിന്റെ കഥ പറയുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. സെക്കൻഡ് കേസ് അടുത്ത പാർട്ടായിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിനി നേരെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് കോട്ടയത്തുള്ള ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയം കാണിച്ചുകൊണ്ടാണ്. അവിടേക്ക് ഓട്ടോയിൽ നമ്മുടെ ഹീറോ ടോവിനോ തോമസ് എത്തുകയാണ്. ആനന്ദ് എന്നാണ് ടോവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. ആ പോലീസ് സ്റ്റേഷനിൽ ഒരു രാഷ്ട്രീയക്കാരനും പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന ഒരു പോലീസുകാരനും ഇരിപ്പുണ്ടായിരുന്നു. ആ രാഷ്ട്രീയക്കാരൻ പോലീസുകാരനോട് ചോദിക്കും, ഈ വരുന്നത് ആരാണെന്ന് മനസ്സിലായോ എന്ന്. ആനന്ദിനെ നോക്കിയാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ല എന്ന് ആ പോലീസുകാരൻ പറയുമ്പോൾ ആ രാഷ്ട്രീയക്കാരൻ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അയാൾ പറയും, അങ്ങേരാണ് നമ്മുടെ ലവ്ലി മാത്തൻ കേസിലെ ആ ഓഫീസർ. ഇനി അങ്ങോട്ട് എന്ത് കാര്യത്തിനും ചാടിയിറങ്ങുന്നതിന് മുൻപ് ആ മുഖമൊന്ന് ഓർത്തു വെച്ചേക്ക്, വലിയൊരു പാഠമാണ് എന്ന് ആ രാഷ്ട്രീയക്കാരൻ ആ പുതിയ ഓഫീസറിനെ ഉപദേശിക്കുന്നുണ്ട്. ആനന്ദ് ഒരു സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം ആകെ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് ഉള്ളത്. എന്തോ ആലോചിച്ച് വലിയ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു പോലീസ് ഓഫീസർ വരും. ആനന്ദിനോട് അദ്ദേഹം കുറെ നേരം സംസാരിക്കുന്നുണ്ട്. അവരുടെ സംഭാഷണത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആനന്ദ് സസ്പെൻഷനിലായിരുന്നുവെന്നും സസ്പെൻഷൻ കഴിഞ്ഞ് അടുത്ത പോസ്റ്റിങ്ങിനായി വന്നിരിക്കുകയാണ് എന്നും. സാറിന്റെ ഈ 2ാം വരവിൽ ആദ്യത്തെ സല്യൂട്ട് എന്റെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് ആ ഓഫീസർ ആനന്ദിനെ സല്യൂട്ട് ചെയ്യും. ആനന്ദിന് ഒരുപാട് അഭിമാനം തോന്നുകയാണ് ഈ സമയം. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആനന്ദിന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. അദ്ദേഹത്തിന്റെ കരിയറിന് എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ആക്ച്വലി പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. തന്റെ സ്റ്റഡീസ് ഒക്കെ പൂർത്തിയാക്കി SI സെലക്ഷൻ ഒക്കെ നേടി ആനന്ദ് ആദ്യമായി ജോലിയിൽ കയറുകയാണ്. ആനന്ദിന്റെ അച്ഛനും ഒരു പോലീസ് ഓഫീസർ തന്നെയായിരുന്നു. തനിക്ക് ലഭിച്ച സ്റ്റേഷനും സ്റ്റേഷൻ പരിധിയുമെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ആനന്ദ് കൈകാര്യം ചെയ്യുന്നത്. എന്ത് പ്രശ്നമുണ്ടായാലും അത് പരിഹരിക്കുകയും ക്രമസമാധാനം നഷ്ടപ്പെടാണ്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ആനന്ദിന്റെ ലൈഫും കരിയറും പോയിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആനന്ദിന്റെ സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യും. മാത്തച്ചൻ എന്ന് പറയുന്ന ഒരാള് തന്റെ മകളെ കാണാനില്ല എന്ന പരാതിയുമായി വന്നതായിരുന്നു. ഒപ്പം വാർഡ് മെമ്പറും ഉണ്ടായിരുന്നു. മാത്തച്ചൻ പറയും, ലവ്ലി എന്നാണ് മകളുടെ പേര്. തന്റെ 2ാമത്തെ മകളാണ്. ഫസ്റ്റ് ഇയർ BAക്ക് പഠിക്കുകയാണ്. പരീക്ഷ പ്രമാണിച്ച് ഹോൾ ടിക്കറ്റ് വാങ്ങാൻ കോളേജിൽ പോയതാണ്. മോള് തിരിച്ചു വന്നിട്ടില്ല. ആദ്യം വിചാരിച്ചത് പരീക്ഷ ആയതുകൊണ്ട് വല്ല കൂട്ടുകാരികളുടെ വീട്ടിലും കമ്പനി സ്റ്റഡിക്ക് പോയതാണെന്നാണ്. എന്നാൽ കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മോള് കോളേജിൽ നിന്നും നേരത്തെ തന്നെ പോയിരുന്നുവെന്ന് അറിഞ്ഞതെന്ന് മാത്തച്ചൻ പറയും. ഇത് കേൾക്കുന്ന ആനന്ദ് മറ്റ് സബോർഡിനേറ്റ്സിനെയും മാത്തച്ചനെയും വാർഡ് മെമ്പറെയും കൂട്ടി അന്വേഷിക്കാൻ ഇറങ്ങും. പോകുന്ന വഴി മാത്തച്ചൻ പറയുന്നുണ്ട്, മോൾക്കിനി ഞങ്ങളറിയാത്ത വല്ല ബന്ധവുമുണ്ടോ എന്നറിയില്ല. അങ്ങനെ അവൾ ഒളിച്ചോടിയതോ മറ്റോ ആണെങ്കിൽ ആരെങ്കിലും അറിയുന്നതിന് മുന്നേ തന്നെ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചാണ് ഇന്നലെ രാത്രി താനും ഭാര്യയും കഴിച്ചുകൂട്ടിയത് എന്ന്. അവർ ആദ്യം ചെല്ലുന്നത് ആ നാട്ടിലെ ഒരു ചായക്കടയിലാണ്. ബസ് സ്റ്റോപ്പും അവിടെ തന്നെയാണ്. ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തുള്ള ചായക്കടയാണത്. അവിടെ എത്തി കടക്കാരനോട് ലവ്ലിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയും, അന്ന് ലവ്ലി വന്ന് ബസ് ഇറങ്ങുന്നത് താൻ കണ്ടിരുന്നു. പതിവിലും നേരത്തെ ആയിരുന്നതിനാൽ മോളോട് ചോദിച്ചപ്പോൾ ക്ലാസ് കഴിഞ്ഞുവെന്നും ഹോൾ ടിക്കറ്റ് വാങ്ങാനായി പോയതാണെന്നുമാണ് പറഞ്ഞത്. മാത്തച്ചൻ പറഞ്ഞ വാഴവിത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. മോൾ അപ്പച്ചനോട് വന്ന് ഇതെടുക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മോളെ വിട്ടതെന്ന് ചായക്കടക്കാരൻ കുഞ്ഞപ്പൻ ചേട്ടൻ പറയും. ലവ്ലി ഇവിടെ നിന്ന് പോയപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ആനന്ദ് കുഞ്ഞപ്പേട്ടനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, ആ ഹോമിയോ കോളേജിലെ 2 ആൺപിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അവരിടയ്ക്ക് ഇവിടെ സിഗരറ്റ് വലിക്കാനും ചായ കുടിക്കാനും ഒക്കെ വരുന്നതാണ്. ലവ്ലി പോയ ഉടനെ ലവ്ലിയുടെ പിന്നാലെ അവന്മാരും പോയിട്ടുണ്ടായിരുന്നുവെന്ന്. ഇത് കേൾക്കുന്ന വാർഡ് മെമ്പർ ആനന്ദിനോട് പറയുന്നുണ്ട്, സർ, അവന്മാർ കുഴപ്പക്കാരാണ്. ഈയിടെ കുറെ പരാതി അവരെ കുറിച്ച് കേൾക്കുന്നുണ്ട് എന്ന്. അവരെല്ലാവരും കൂടി ഇത്രയും വിവരം ലഭിച്ചതോടെ ആ 2 ആൺപിള്ളേർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലും. ആ വീട്ടിൽ മറ്റ് ആൺകുട്ടികളും ഉണ്ടായിരുന്നു. ലവ്ലിയുടെ പുറകെ പോയവരെ കുഞ്ഞപ്പേട്ടൻ ഐഡന്റിഫൈ ചെയ്യുകയും പോലീസ് അവന്മാരെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്യും. സ്റ്റേഷനിൽ എത്തിച്ചിട്ട് അവന്മാരെ നല്ല വിരട്ടി കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട്, സർ, ലവ്ലിയെ ഫോളോ ചെയ്യുകയും ശല്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനപ്പുറം അവളെ ബലമായി വീട്ടിൽ കയറ്റാനോ മറ്റൊന്നിനും ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വീടിന്റെ വഴി എത്തിയപ്പോഴേക്കും മീൻകാരൻ ആ വഴി വരികയും അതുകൊണ്ട് ഞങ്ങൾ അവളെ വിട്ടങ്ങ് പോവുകയും ചെയ്തു എന്ന് അവർ കൺഫസ് ചെയ്യും. ആനന്ദ് കോൺസ്റ്റബിൾ ഉതുപ്പ എന്ന് പറയുന്ന ആളോട് ഈ പിള്ളേർ പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ മീൻകാരന്റെ മൊഴി എടുക്കാൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല ആനന്ദ് മറ്റൊരു കാര്യം കൂടി പറയും. ലവ്ലി കോളേജിൽ നിന്നും തിരിച്ചു വന്നതുകൊണ്ടും വീട്ടിലോട്ടുള്ള പാതി വഴി സഞ്ചരിച്ചതുകൊണ്ടും ഇതിപ്പോൾ ഒരു മിസ്സിംഗ് കേസ് മാത്രമല്ല. അതുകൊണ്ട് ആ വഴിയിലുള്ള ആളൊഴിഞ്ഞു കിടക്കുന്ന പറമ്പ്, കുളം, കിണർ തുടങ്ങി എല്ലാം അന്വേഷിക്കണമെന്ന് ആനന്ദ് ഓർഡർ ചെയ്യുന്നുണ്ട്. അടുത്തതായി ആനന്ദ് പോകുന്നത് മാത്തച്ചന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് ലവ്ലിയുടെ റൂമൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ആനന്ദിന് മനസ്സിലാകും ലവ്ലി വലിയൊരു ദൈവവിശ്വാസിയായിരുന്നു എന്ന്. മാത്തച്ചൻ വന്നിട്ട് പറയും, അവൾക്ക് മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീ ആകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഞങ്ങൾ വിടാഞ്ഞതായിരുന്നു എന്ന്. എന്നിട്ട് ആനന്ദ് ലവ്ലിയുടെ മുറിയിൽ നിന്നും വചനപ്പെട്ടി എടുത്ത് അതിൽ നിന്നും ഒരു വചനം എടുത്തു വായിക്കും.
ആ വചനം ഏതായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന വചനമായിരുന്നു. ഇത് കാണുന്ന ആനന്ദിന് വല്ലാത്ത കോൺഫിഡൻസ് ആവുന്നുണ്ട്. മാത്തച്ഛൻ്റെ വീട്ടിൽ തന്നെ മാത്തച്ഛൻ്റെ ഭാര്യയെയും ലൗലിയുടെ ചേച്ചിയെയും അനിയത്തെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൗലിക്ക് ഇവിടെ ഫ്രണ്ട്സായിട്ട് ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ അമ്മയും ചേച്ചിയും പറയും അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല, സഹോദരങ്ങളായിട്ട് തന്നെയായിരുന്നു ലൗലിക്ക് ബന്ധമെന്ന്. എന്നാൽ കുഞ്ഞനിയത്തി ഉടനെ പറയുന്നുണ്ട് ആശ്രമത്തിലെ തോമസ് അച്ഛനുമായിട്ട് ചേച്ചി നല്ല കൂട്ടായിരുന്നുവെന്ന്. തോമസ് അച്ഛനെ കണ്ട് ഹോൾ ടിക്കറ്റ് വെഞ്ചരിക്കണമെന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നുവെന്നും അനിയത്തി പോലീസിനോട് പറയും. ഇത് കേൾക്കുന്ന ആനന്ദ് ഉടനെ തന്നെ തോമസ് അച്ഛൻ ആരാണെന്ന് മാത്തച്ഛനോട് അന്വേഷിക്കും. അപ്പോൾ മാത്തച്ഛന്റെ വീട്ടിൽ കൂടിയിരുന്ന നാട്ടുകാരിൽ ഒരാൾ പോലീസ് അച്ഛനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇടയാകും. അയാൾ എന്തോ പ്രശ്നമുണ്ടാക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അച്ഛനെക്കുറിച്ച് അറിഞ്ഞ ഉടനെ ആശ്രമത്തിലേക്ക് പോകാനിറങ്ങിയ ആനന്ദിനെ കോൺസ്റ്റബിൾ ഉതുപ്പ് തടയുന്നുണ്ട്. ഉതുപ്പ് പറയും, സർ എടുത്തു ചാടി ആശ്രമത്തിലേക്ക് പോകരുത്, അത് സഭയ്ക്ക് നാണക്കേടാണ്. മാത്രമല്ല സാറിന് അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം. വർഷങ്ങളായിട്ട് കക്ഷി വഴക്കും പള്ളിത്തർക്കവും വല്ലാതെ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. മാത്രമല്ല ഈ മാത്തച്ഛന്റെ എതിർ കക്ഷിയിൽപ്പെട്ട ആളാണ് തോമസ് അച്ഛൻ. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചു മാത്രമേ ഈ കാര്യം ഡീൽ ചെയ്യാവൂ എന്ന് അയാൾ പറയും. സഭയുടെ സൗകര്യം നോക്കി കേസ് അന്വേഷിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ആനന്ദ് നേരെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ആ നാട്ടുകാരിൽ ഒരാൾ ആളുകളെയൊക്കെ കൂട്ടി ആശ്രമത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. പോലീസിനെ ആശ്രമത്തിൽ കയറ്റില്ല എന്ന വാശിയിലായിരുന്നു അവർ. കയറിയേ തീരൂ എന്ന് ആനന്ദും. ഒടുവിൽ നല്ല വഴക്കാകും. അത് അടിയിൽ ചെന്ന് കലാശിക്കും. പെട്ടെന്ന് അങ്ങോട്ടേക്ക് സീനിയർ പോലീസ് ഓഫീസറായ CI വരികയാണ്. CI വന്നിട്ട് എടുത്തു ചാടി ഇത് സഭാപ്രശ്നമാക്കാൻ നിന്നതിൽ ആനന്ദിനെ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. ആശ്രമത്തിൽ താൻ കയറണ്ട എന്ന് പറഞ്ഞ് CI ആനന്ദിനെ തിരിച്ചുവിടും. ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് കോൺസ്റ്റബിൾ ഉതുപ്പ് അപ്പോൾ ആനന്ദിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വന്ന് ആനന്ദിനോടും CIയോടും പറയും അടുത്ത പറമ്പിലെ പൊട്ടക്കിണറ്റിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന്. ഞെട്ടലോടെ ആനന്ദും CIയും എല്ലാ പോലീസുകാരും നാട്ടുകാരും അങ്ങോട്ടേക്ക് പോവുകയാണ്. മാത്തച്ഛനും എത്തിയിട്ടുണ്ട്. ചാക്കാഴ്ച നോക്കിയപ്പോൾ അത് ലൗലിയുടെ മൃതശരീരം തന്നെയായിരുന്നു. അതുകണ്ട് മാത്തച്ഛൻ ചങ്ക് പൊട്ടി കരയുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അയച്ചതിനു ശേഷം CI സ്റ്റേഷനിലേക്ക് വന്ന് ലൗലി ശല്യപ്പെടുത്തിയ ആ പിള്ളേരെ തല്ലിച്ചതയ്ക്കുകയാണ്. കേസ് അവരുടെ തലയിൽ ഇട്ട് കൊടുക്കാനാണ് CI നോക്കുന്നത്. എന്നാൽ അവരല്ല അത് ചെയ്തതെന്ന് മീൻകാരന്റെ മൊഴിയിൽ നിന്നും വ്യക്തമായിരുന്നു. ഈ കാര്യം ആനന്ദ് CIയോട് പറയുമ്പോൾ CI പറയുന്നുണ്ട്, ഓ അതിൽ വലിയ കാര്യമൊന്നുമില്ലടാ, മീൻകാരൻ പോയതിനു ശേഷം ഇവന്മാർ ലൗലിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതായിരിക്കുമെന്ന്. എന്തായാലും നാളെ മുതൽ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് DYSP അലക്സാർ ആയിരിക്കുമെന്ന് CI ആനന്ദിനോട് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി DYSP അലക്സാർ കേസ് അന്വേഷിക്കാൻ വരികയാണ്. അയാൾ ഭയങ്കര ദേഷ്യക്കാരനും കൊള്ളില്ലാത്തൊരു പോലീസ് ഓഫീസറുമാണ്. ആനന്ദിനോട് വല്ലാത്ത ദേഷ്യമാണ് അയാൾക്ക്. DYSP വന്നിട്ട് CIയോട് രണ്ട് കാര്യങ്ങൾ പറയും. ഒന്ന്, ഈ പിടിച്ചു വെച്ചിരിക്കുന്ന പയ്യന്മാരിൽ ഒരു പയ്യന്റെ അമ്മാവൻ കോൺട്രാക്ടർ സുദേവൻ എന്ന് പറയുന്ന ആളാണ്. അയാൾ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. മറ്റേ പയ്യനും ക്യാഷുള്ള വീട്ടിലെ തന്നെയാണ്. അതുകൊണ്ട് അവന്മാർ ഈ കേസിൽ നിന്ന് അങ്ങ് ഊരിയേക്കണമെന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് നസ്രാണികളായ നമ്മൾ 2 പോലീസ് ഓഫീസറിനെ ഏൽപ്പിച്ചത് സഭയ്ക്ക് യാതൊരു പ്രശ്നവും വരാതിരിക്കാനാണ്. സോ ആ കൊച്ചിന്റെ ശവമടക്ക് തീരുന്നതിന് മുന്നേ ഏതേലും ഒരുത്തിനെ പിടിച്ച് പ്രതിയാക്കണം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവുമെന്ന് DYSP പറയും. അങ്ങനെ അന്വേഷണത്തിനായി ഇറങ്ങാൻ തുടങ്ങുന്ന DYSPയും CIയും പിടിച്ചു നിർത്തി ആനന്ദ് ആ ക്രൈം സ്ഥലത്തെ മാപ്പും തന്റെ ഫൈൻഡിങ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞ് DYSP പറയും, ഇതൊക്കെ നിന്റെ വീട്ടിലിരിക്കുന്ന അച്ഛനോട് പോയി പറഞ്ഞാൽ മതിയെന്ന്. ആനന്ദ് ആകെ വല്ലാണ്ടായി പോകും. അതിനുശേഷം ഡോഗ് സ്ക്വാഡ് ഇറങ്ങുകയാണ്. പോലീസ് നായ ആദ്യം ചെയ്യുന്നത് ലൗലി ബസ് ഇറങ്ങി വന്ന ആ ചായക്കടയിലായിരുന്നു. നായയെ മണപ്പിച്ച തുണിയുടെ ബേസിസിലാണ് നായ പോകുന്നത്. അവിടെ നിന്ന് അത് നേരെ ഹോമിയോ കോളേജിലെ പിള്ളേരുടെ വീട്ടിലേക്കും പിന്നീട് ആശ്രമത്തിലേക്കും അവിടുന്ന് ലൗലിയുടെ മൃതദേഹം കിട്ടിയ കുളത്തിലേക്കും നായ പോകുന്നുണ്ട്. എന്നാൽ അവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ ആ കുളത്തിന്റെ അടുത്തായുള്ള ഒരു വീട്ടിലേക്ക് കൂടി നായ പോവുകയാണ്. അത് ചെത്തുകാരൻ സഹദേവന്റെ വീടായിരുന്നു. ഇവൻ KD ലിസ്റ്റിൽ ഉണ്ടായിരുന്നവനല്ലേ എന്ന് CI ചോദിക്കുമ്പോൾ ഒരു നാട്ടുകാരൻ പറയുന്നുണ്ട്, അത് പണ്ടായിരുന്നു സാറേ, ഇപ്പോൾ അവൻ കല്യാണമൊക്കെ കഴിച്ച് നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന്. അത് താനാണോ തീരുമാനിക്കുന്നത് ചോദിച്ച് CI അപ്പോൾ ദേഷ്യപ്പെടുകയാണ്. സഹദേവന്റെ തലയിൽ കേസിട്ട് കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആനന്ദാണെങ്കിൽ സാർ നമുക്കൊരു ഫോറൻസിക് എക്സാമിനേഷൻ നടത്താമെന്ന് പറയുമ്പോൾ DYSP അത് മൈൻഡ് പോലും ആക്കുന്നില്ല. തിരിച്ച് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം DYSP ആനന്ദിനോട് പറയും, തനിക്ക് തോമസ് അച്ഛന്റെ തലയിൽ ഈ കേസ് ഇട്ട് കൊടുക്കാനുള്ള തിടുക്കം. ദാ ഇത് കണ്ടോ, സംഭവം നടന്ന അന്ന് തോമസ് അച്ഛൻ ആശ്രമത്തിലുണ്ടായിരുന്നില്ല. അരമനയിൽ വെച്ച് നടന്ന കൗൺസിൽ യോഗം അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. അന്നത്തെ രജിസ്റ്ററിൽ അച്ഛന്റെ പേരുമുണ്ടെന്ന്. എന്നാൽ ആനന്ദിന് ഈ കാര്യം അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആനന്ദ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ആശ്രമത്തിൽ വെച്ചാണ് ലൗലി കൊല്ലപ്പെട്ടത് എന്നാണ്. ഈ DYSPയുടെയും CIയുടെയും ടാർഗറ്റ് ഇപ്പോൾ ചെത്തുകാരൻ സഹദേവനാണ്. എങ്ങനെയെങ്കിലും പുള്ളിയുടെ തലയിൽ ഈ കേസ് കെട്ടിവെച്ച് തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ലൗലിയുടെ മൃതദേഹത്തിലും ചാക്കിലും കെട്ടിയിരുന്ന ലുങ്കിയുടെ കഷ്ണം കൊണ്ടുവന്നിട്ട് ആ നാട്ടിലെ മീൻകാരൻ, പത്രക്കാരൻ തുടങ്ങിയവരെ വിളിച്ചിട്ട് നിങ്ങൾ ഈ ലുങ്കി ഇതിനു മുൻപ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. മീൻകാരൻ ആ ലുങ്കി ഐഡന്റിഫൈ ചെയ്തിട്ട് പറയും, സർ ഞാൻ ഇതുപോലൊരെണ്ണം ചെത്തുകാരൻ സഹദേവന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് എന്ന്. നേരെ DYSPയും CIയും ആനന്ദും മറ്റു പോലീസ് ഓഫീസേഴ്സും ഒക്കെ കൂടി സഹദേവന്റെ വീട്ടിലേക്ക് പോവുകയാണ്.
അവിടെ എത്തി സഹദേവനെ പുറത്തേക്ക് വിളിച്ചിട്ട് ആ ലുങ്കി കാണിച്ചു കൊടുത്തിട്ട് നിനക്ക് ഇതുപോലെ ഒരു ലുങ്കി ഉണ്ടോ എന്ന് CI ചോദിക്കും. ഉണ്ട് സാറേ എന്ന് സഹദേവൻ മറുപടി പറയുമ്പോൾ CI അത് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയും. അത് അയൽ നനച്ചിട്ടിരുന്നതാണ്, ഇപ്പോൾ കാണുന്നില്ല എന്ന് സഹദേവൻ പറഞ്ഞ ഉടനെ കള്ളം പറയുന്നോടാ എന്ന് പറഞ്ഞ് അയാളെ വലിച്ചിഴിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ നിർത്താതെ പറയുന്നുണ്ടായിരുന്നു. അയാൾ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും ആനന്ദിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. സ്റ്റേഷനിലെത്തി സഹദേവനെ തല്ലിച്ചതച്ച് കുറ്റം തലയിൽ കെട്ടിവെച്ചു കൊടുക്കുകയാണ്. ലവ്ലിയുടെ മരിച്ചടക്ക കഴിഞ്ഞ് അന്ന് രാത്രി മാത്തച്ഛനും മാത്തച്ഛന്റെ ഒപ്പം മറ്റൊരാളും കൂടി ആനന്ദിനെ കാണാൻ ക്വാർട്ടേഴ്സിലെത്തും. മാത്തച്ഛൻ ഒരുപാട് വിഷമത്തോടു കൂടി ആനന്ദിനോട് പറയും, സഹദേവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ച സാറേ, എന്നാൽ ഞാൻ പറയട്ടെ, അവൻ എനിക്ക് പണ്ടു മുതലേ അറിയാം. അവന് എന്നോടും എന്റെ മോളോടും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന്. തന്റെ കൂടെ വന്ന ആളെ മാത്തച്ഛൻ ചേട്ടൻ പരിചയപ്പെടുത്തിയിട്ട് പറയും, ഇത് സിറാജ്, ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറാണ്. സംഭവം നടന്ന അന്ന് സിറാജ് എന്റെ മോളെ കണ്ടായിരുന്നു എന്നല്ല. അപ്പോൾ സിറാജ് പറയും, ലവ്ലി മോള് നടന്നു വന്ന് നേരെ ആശ്രമത്തിന്റെ ഗേറ്റ് തുറന്ന് ആശ്രമത്തിലേക്ക് കയറുന്നതാണ് താൻ അവസാനമായി കണ്ടതെന്ന്. ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി മാത്തച്ഛൻ ചേട്ടൻ ആനന്ദിനോട് പറയുന്നുണ്ട്. ആരെങ്കിലും ആയാൽ പോരെ സാറേ കുറ്റവാളി, എന്റെ മോളോട് ഇത് ചെയ്ത ആള് തന്നെ ആവണം പിടിക്കപ്പെടേണ്ടത് എന്ന്. ഇത് കേൾക്കുന്ന ആനന്ദ് സത്യം തെളിയിക്കാനായി ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ആനന്ദിനൊപ്പം ആ സ്റ്റേഷനിലെ നല്ല 3 ഓഫീസേഴ്സ് കൂടിയുണ്ട്. കബീർ ഹസൻ, ചന്ദ്രസേനൻ, KR സുകുമാരൻ. അങ്ങനെ അടുത്ത ദിവസം ആനന്ദ് നേരെ പോകുന്നത് ഒരു സീനിയർ ഫോറൻസിക് സർജനെ കാണാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയും, ക്രൈം സീനിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലാണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം DYSP പറയുന്നു സഹദേവന്റെ വീടാണ് ക്രൈം സീൻ എന്ന്, എന്നാൽ ആനന്ദ് പറയുന്നു ആശ്രമമാണ് ക്രൈം സീൻ എന്ന്. ഒടുവിൽ ആ ഫോറൻസിക് സർജൻ സഹദേവന്റെ വീട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഫോറൻസിക് ഓഫീസറെ വിളിച്ച് ചോദിക്കും, ലവ്ലി മാത്തൻ കൊല്ലപ്പെട്ടത് അവിടെ വെച്ചാണെന്ന് തനിക്ക് ഉറപ്പുണ്ടോ എന്ന്. ആ ഓഫീസർ പറയും, എന്റെ പൊന്നു സാറേ, എന്തൊക്കെയോ തെളിവുണ്ടെന്ന് പറഞ്ഞ് എന്നെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് ആകെ അവിടെ നിന്നും കിട്ടിയത് 4 വളപ്പൊട്ടും 5-6 മുത്തുകളും മാത്രമാണ് എന്ന്. എന്നാൽ ലവ്ലിയുടെ മൃതദേഹത്തിൽ നഖം കൊണ്ട് മുറിഞ്ഞ പാടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്കിൻ ടിഷ്യൂസ് എന്തായാലും ലഭിക്കേണ്ടതാണ്. അതിന് ആശ്രമം ആദ്യം അപ്രോച്ചബിൾ ആക്കണം. താൻ ആശ്രമത്തിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാൻ ഒരു വഴിയുണ്ടാക്ക്, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ട് തന്നെ ഫോറൻസിക് സർജനും ആനന്ദിനെ പറഞ്ഞയക്കും. അപ്പോൾ അന്ന് രാത്രി തോമസ് അച്ഛന്റെ ആശ്രമത്തിൽ കള്ളൻ കയറുകയാണ്. കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അരുളിക്കയും ആശ്രമത്തിലെ മറ്റു കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട് ആ കള്ളൻ രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും സാധനങ്ങൾ മറിഞ്ഞു വീഴുന്ന സൗണ്ട് കേട്ട് അച്ഛൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കും. അച്ഛൻ ശബ്ദം കേട്ടിടത്തേക്ക് വന്ന് നോക്കുമെങ്കിലും കള്ളൻ അച്ഛന്റെ മുന്നിലൂടെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. കള്ളൻ കുത്തു തുറന്ന വാതിലൊക്കെ തോമസ് അച്ഛൻ ആളുകളെ കൊണ്ട് നേരെയാക്കുകയായിരുന്നു. കള്ളൻ കയറിയ വിവരമൊന്നും അദ്ദേഹം പോലീസിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ സമയം ആനന്ദ് ആശ്രമത്തിൽ കയറിയ ആ കള്ളനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആ ആശ്രമത്തിനകത്തേക്ക് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളൊന്നും കൂടാതെ കയറി പറ്റാൻ ആനന്ദ് കണ്ട വഴിയായിരുന്നു അവിടെ ഒരു കള്ളനെ കൊണ്ട് മോഷണം നടത്തുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മോഷണം നടന്നതിന്റെ തെളിവെടുക്കാൻ എന്നുള്ള വ്യാജേന ആശ്രമത്തിലെ എല്ലാ മുറികളും ചെക്ക് ചെയ്യാമല്ലോ. ആനന്ദ് അച്ഛനോട് പറയും, ഇന്നലെ ഇവിടെ മോഷണം വല്ലതും നടന്നായിരുന്നോ? ദേ ഇവനാണ് പ്രതി. ഇന്നലെ നൈറ്റ് പട്രോളിങ്ങിന്റെ ടൈമിൽ ഇവൻ ഞങ്ങളുടെ കയ്യിൽ വന്നു പെട്ടു. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ ഇവൻ എല്ലാ കാര്യവും സമ്മതിച്ചു എന്ന്. അച്ഛൻ ഇത് കേൾക്കുമ്പോൾ ചെറുതായി ഒന്ന് പരുങ്ങുന്നുണ്ട്. അച്ഛൻ പറയും, മോഷണം നടന്നായിരുന്നു, പക്ഷെ എനിക്ക് പരാതിയൊന്നുമില്ല, കാരണം സാധനങ്ങളൊക്കെ തിരികെ കിട്ടിയല്ലോ എന്ന്. അപ്പോൾ ആനന്ദ് പറയും, അയ്യോ ഫാദർ, അത് പറ്റില്ല. അവൻ എന്തായാലും കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇവനെ കൊണ്ട് കയറി ഒന്ന് തെളിവെടുപ്പ് നടത്തിയേ പറ്റുകയുള്ളൂ. അതിനാണ് തങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് ആനന്ദ് തന്റെ ടീമിനൊപ്പം ആശ്രമത്തിനകത്തേക്ക് കയറും. ഫോറൻസിക് സർജനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവർ അന്വേഷണം നടത്തുകയാണ്. ഈ സമയം പോലീസ് ജീപ്പ് ആശ്രമത്തിന്റെ വാതിൽക്കൽ കിടക്കുന്നത് കണ്ടിട്ട് ഇടവകക്കാർ എന്താ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വന്നതാണോ എന്ന് പോലീസിനോട് ചോദിക്കും. അപ്പോൾ അവര് പറയും, ഏയ് അല്ല, ഇവിടെ ഒരു മോഷണം നടന്നായിരുന്നു, പ്രതിയെയും കൊണ്ട് അതിനെ തെളിവെടുപ്പ് നടക്കുകയാണെന്ന്. ഓ, അതായിരുന്നല്ലേ കാര്യമെന്ന് വിചാരിച്ച് ഇടവകക്കാരും അവിടെ നിന്നും മടങ്ങിപ്പോകും. ഫോറൻസിക് എക്സാമിനേഷനൊടുവിൽ കുറച്ച് ഫിംഗർ പ്രിന്റ്സും അടുക്കള ഭാഗത്തു നിന്ന് കുറച്ച് പൊട്ടിയ വളയുടെ കഷ്ണങ്ങളും ഒരു ഹെയർ സ്റ്റാൻഡും ഒക്കെ കിട്ടും. സ്കിൻ ടിഷ്യൂസ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പിൾസും അവരെടുത്തിട്ടുണ്ട്. ഈ സമയമെല്ലാം തോമസ് അച്ഛൻ ആകെപ്പാടെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് തെളിവെടുപ്പ് കഴിഞ്ഞപ്പോൾ സഹകരിച്ചതിന് നന്ദി ഫാദർ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് പോകും. അപ്പോൾ അച്ഛന്റെ ഭയം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ആനന്ദ് ലവ്ലി മാത്തൻ വധക്കേസിൽ തന്റെ കുറച്ച് ഫൈൻഡിങ്സ് നേരിട്ട് SP രാജഗോപാലിനെ ഏൽപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ആനന്ദ് പറയും, താൻ പ്രോട്ടോകോളിന് എതിരാണ് ചെയ്യുന്നതെന്ന് അറിയാം, പക്ഷെ സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് വായിച്ചു നോക്കിയിട്ട് താൻ ചെയ്ത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ശിക്ഷ നേരിടാനും താൻ തയ്യാറാണെന്ന് ആനന്ദ് പറയും. അങ്ങനെ SP ആ ഫയൽ വായിച്ചു നോക്കുകയാണ്. ആശ്രമത്തിൽ നിന്നും കിട്ടിയ തെളിവുകൾ പരിശോധിച്ചിട്ട് ഫോറൻസിക് സർജൻ പറഞ്ഞ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. കിട്ടിയ തെളിവുകളെല്ലാം എക്സാമിൻ ചെയ്തിട്ട് ഫോറൻസിക് സർജൻ പറഞ്ഞത് ലവ്ലി തീർച്ചയായും കൊല്ലപ്പെട്ടത് ആ ആശ്രമത്തിൽ വെച്ച് തന്നെയാണെന്നാണ്. കിച്ചൺ വോളിൽ നിന്നും കണ്ടെത്തിയ സ്കിൻ ടിഷ്യൂസ്, ഫിംഗർ പ്രിന്റ്സ്, ഹെയർ സാമ്പിൾസ് എല്ലാം ലവ്ലിയുമായി പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. സ്കിൻ ടിഷ്യൂസ് ആണ് അതിലേറ്റവും ഇമ്പോർട്ടന്റ്.
കൊല്ലാൻ ശ്രമിച്ചപ്പോൾ നടന്ന പിടിവലിയിൽ സംഭവിച്ചതായിരിക്കും അത്. അതുകൂടാതെ മറ്റൊരു സീരിയസ് ഡെവലപ്മെന്റ് കൂടി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റെന്തോ ഒരു കാര്യം കൂടി ആനന്ദിനോട് പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ആശ്രമത്തിലേക്ക് ആനന്ദിന്റെ നേതൃത്വത്തിൽ പോലീസുകാർ വന്നിരിക്കുകയാണ്. എന്നിട്ട് അച്ഛനോട് പറയും, ഫാദർ ഞങ്ങൾക്കൊപ്പം വരണം, ചിലത് ചോദിച്ചറിയാനുണ്ട് എന്ന്. അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ്. അവിടേക്ക് സുപ്പീരിയർ ഓഫീസറും വരുന്നുണ്ട്. അദ്ദേഹം SP രാജഗോപാലിനോട് പ്രതികുറ്റം സംബന്ധിച്ചെന്ന് ചോദിക്കുമ്പോൾ ഉപസാർ എന്ന് മറുപടി നൽകും. SP ഹെഡ് ഓഫീസറിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിടിച്ചു വെച്ചിരിക്കുന്ന പ്രതിയെ കാണിച്ചു കൊടുക്കും. അത് ലവ്ലിയുടെ മൂത്ത സഹോദരി ബ്ലെസ്സിയായിരുന്നു. ഇന്നലെ അവൾ പഠിച്ച കോളേജിൽ നിന്നും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് അവളെ കസ്റ്റഡിയിലെടുത്തത്. എന്നിട്ട് കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് ആനന്ദ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. ലവ്ലിയെ കൊന്ന ആശ്രമത്തിൽ നിന്നും കൂടാതെ ലവ്ലിയുടെ മൃതദേഹം കിണറ്റിൽ തള്ളുന്നതുവരെ സൂക്ഷിച്ചു വെച്ചുവെന്ന് കരുതപ്പെടുന്ന പൊന്തക്കാട്ടിൽ നിന്നും കോമൺ ആയിട്ട് 2 ഹെയർ സാമ്പിൾസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഒരു പുരുഷന്റേതും മറ്റേത് സ്ത്രീയുടേതുമായിരുന്നു. പക്ഷേ സ്ത്രീയുടേതെന്ന് പറഞ്ഞ ഹെയർ സാമ്പിൾ ലവ്ലിയുടേതല്ലായിരുന്നു. ലവ്ലിയുടെ ഹെയർ സാമ്പിൾ ആശ്രമത്തിനകത്തു നിന്നും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൊന്തക്കാട്ടിൽ നിന്നും ലവ്ലിയുടെ ഒരു ഹെയർ സാമ്പിൾ പോലും കിട്ടിയില്ലായിരുന്നു. കൂടാതെ അൺനോൺ ആയിരുന്ന ആ ഫീമെയിൽ ഹെയർ സാമ്പിൾ കളേർഡുമായിരുന്നു. ആനന്ദ് തന്റെ സ്റ്റേഷൻ പരിധിയിൽ ഹെയർ കളർ ചെയ്ത ഒരു പെൺകുട്ടിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ബ്ലെസ്സിയായിരുന്നു. അങ്ങനെ സംശയം ബ്ലെസ്സിക്ക് നേരെ നീണ്ടു. കാര്യം ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ആശ്രമത്തിൽ നടത്തിയതുപോലത്തെ ഒരു ഫോറൻസിക് എക്സാമിനേഷൻ ലവ്ലിയുടെ വീട്ടിലും നടത്തി. അപ്പോൾ ഈ സെയിം ഹെയർ സാമ്പിൾസ് അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു. അന്ന് ലവ്ലിയുടെ കൊലപാതകം നടക്കുന്നതിന്റെ തലേദിവസം രാത്രിയിൽ തോമസ് അച്ഛന്റെ ആശ്രമത്തിൽ ഒരു അൺഎക്സ്പെക്ടഡ് അതിഥി ഉണ്ടായിരുന്നു. അച്ഛന്റെ പെങ്ങളുടെ മകൻ നഥാനിയൽ ജോൺസൺ, ഡാനി എന്നാണ് വിളിക്കുന്നത്. അവൻ ഡീക്കനാണ്, അതായത് അച്ഛൻ പട്ടത്തിന് പഠിക്കുന്നയാൾ. എറണാകുളം ലോ കോളേജിൽ സ്റ്റുഡന്റ് ആണ്. 2 ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തോമസ് അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ വന്നതായിരുന്നു ഡാനി. പിറ്റേ ദിവസം തോമസ് അച്ഛൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കോട്ടയത്തെ അരമനയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഡാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാനിയും ബ്ലെസ്സിയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു. തോമസ് അച്ഛൻ ഇല്ലാത്ത തക്കം നോക്കി ഡാനി അവളെ ആശ്രമത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സില്ല എന്നൊക്കെ ഡീക്കൻ വെറുതെ നുണ പറഞ്ഞതാണ്. അവർ രണ്ടുപേരും അവിടെ വെച്ച് ഫിസിക്കലി ഇന്റിമേറ്റ് ആകും. ഒരുമിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ബ്ലെസ്സി ഒരുപാട് ഹാപ്പി ആയിട്ട് തിരികെ പോകാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആശ്രമത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ അതാ അവിടെ ലവ്ലി വന്ന് നിൽക്കുന്നു. ലവ്ലിയെ കണ്ടിട്ട് അവർ രണ്ടുപേരും ഷോക്കാകും. അതുപോലെ തന്നെ ലവ്ലിക്കും അവരെ അരുതാത്ത സാഹചര്യത്തിൽ കണ്ടിട്ട് ആകെ ദേഷ്യം വരികയാണ്. ദയവ് ചെയ്ത് വീട്ടിൽ ചെന്ന് ഈ കാര്യം പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ബ്ലെസ്സി ലവ്ലിയുടെ കാല് പിടിച്ചു പറയും. പക്ഷെ അപ്പോൾ ലവ്ലി ദേഷ്യത്തിൽ പറയും, ഇത് നിനക്ക് പറ്റിയ അബദ്ധമല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ ഈ ബന്ധം എത്ര നാളായി തുടങ്ങിയിട്ടെന്നും എനിക്കറിയാം. അതൊന്ന് നേരിൽ കണ്ട് ബോധ്യപ്പെടാനാണ് താൻ വന്നതെന്ന് അവൾ സ്ട്രോങ് ആയിട്ട് തന്നെ പറയും. ഡാനിയും അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ ലവ്ലി അതിനൊന്നും വഴങ്ങില്ല. ലവ്ലി ഈ കാര്യം എന്തായാലും ചെന്ന് എല്ലാവരോടും പറയുമെന്നും അത് പിന്നീട് തനിക്ക് അച്ഛൻ പട്ടം കിട്ടുന്നതിൽ പ്രശ്നമാകുമെന്നും ഡാനിക്കും ബ്ലെസ്സിക്കും ഉറപ്പായി. അപ്പോൾ ഈ സമയത്താണ് കറക്റ്റായിട്ട് പോസ്റ്റ്മാൻ അവിടേക്ക് കത്ത് കൊടുക്കാനോ മറ്റോ ആയി വന്നത്. ലവ്ലി അപ്പോൾ അവിടെ നിന്ന് പോകാനും തുടങ്ങും. ഇത് കണ്ടിട്ട് ടെൻഷനായിട്ട് ഡാനി പെട്ടെന്ന് അവളുടെ വായ പൊത്തി പിടിച്ചിട്ട് അവളെ അകത്തേക്ക് അടുക്കളയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. കൂടെ അവളുടെ ചെരുപ്പും ബുക്കും ഒക്കെ എടുത്തുകൊണ്ട് ബ്ലെസ്സിയും കയറിപ്പോകും. ലവ്ലി തന്റെ പരമാവധി ശക്തിയെടുത്ത് ഡാനിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനായി നോക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ബ്ലെസ്സി ഒരു കൂസലുമില്ലാതെ അനിയത്തിയോട് ചോദിക്കും, നിനക്ക് എന്തിന്റെ കേടാണ്? വയ്യാത്ത അപ്പച്ചനെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ എന്ന്. ഡാനിയാകട്ടെ ലവ്ലി ഒച്ച വെക്കരുത്, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായി വായ പൊത്തിപ്പിടിച്ച് അവളെ അടക്കാൻ നോക്കുകയാണ്. ഈ സമയം പോസ്റ്റ്മാൻ അവിടേക്ക് വന്ന് കോളിംഗ് ബെല്ലടിക്കും. അയാൾ പോകുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് ബ്ലെസ്സിയോട് അങ്ങോട്ട് ചെല്ലാൻ ഡാനി പറയും. പോസ്റ്റ്മാൻ കുറെ നേരം അച്ഛ എന്നൊക്കെ വിളിച്ച് ഫാദറിനെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയമൊക്കെ ഡാനി തന്റെ സർവ്വശക്തിയും എടുത്ത് ലവ്ലിയുടെ വായ പൊത്തിപ്പിടിക്കുകയായിരുന്നു. ടെൻഷൻ കാരണം അവൻ അറിയാതെ അവളുടെ മൂക്കും കൂടി കൂട്ടി പൊത്തിപ്പിടിക്കും. അപ്പോൾ ലവ്ലി ശ്വാസം കിട്ടാതെ വന്നിട്ട് വെപ്രാളം എടുക്കാനായി തുടങ്ങും. അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന കാര്യം ഡാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ലവ്ലി കയ്യിൽ കിടന്നിങ്ങനെ കുതിർന്നത് കാണുമ്പോൾ അവൻ തന്റെ കൈയുടെ ശക്തി ഒന്നുകൂടെ കൂട്ടും. 20s ഒരു പയ്യന്റെ ആരോഗ്യം എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പോരാത്തതിന് ആ പോസ്റ്റ്മാനും മടങ്ങി പോകാൻ കുറച്ച് താമസിക്കും. അയാൾ അവിടെ നിന്നും കാലൊക്കെ കഴുകിയിട്ടാണ് തിരിച്ചു പോയത്. അങ്ങനെ കയ്യിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുന്ന ലവ്ലി പതിയെ നിശ്ചലയാകും. ലവ്ലി മരിച്ചു എന്നറിഞ്ഞു കഴിയുമ്പോൾ ഡാനി ആകെ പടത്തരിച്ചിരുന്നു പോവുകയാണ്. താനൊരു പാവം പെൺകുട്ടിയെ കൊന്നുകളഞ്ഞുവെന്ന് അവൻ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് ഷോക്കിലാകും. ഇതൊക്കെ കഴിഞ്ഞാണ് ആ പോസ്റ്റ്മാൻ അവിടെ നിന്നും പോയത്. അങ്ങനെ പോസ്റ്റ്മാൻ പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ബ്ലെസ്സി കാണുന്നത് ജീവനറ്റ് കിടക്കുന്ന തന്റെ അനിയത്തിയുടെ ശരീരവും അതിനടുത്തായി ഭയന്ന് മാറിയിരിക്കുന്ന ഡാനിയെയുമാണ്. ബ്ലെസ്സിയും ഷോക്കായി പോകും. എന്നിട്ട് അവർ രണ്ടുപേരും സ്വബോധം വീണ്ടെടുത്തിട്ട് ലവ്ലിയുടെ ബോഡി തൽക്കാലത്തേക്ക് അടുക്കളയുടെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കും. എന്നിട്ട് ബ്ലെസ്സി സ്വന്തം സഹോദരിയുടെ മൃതദേഹം എവിടെ കൊണ്ട് ഡംപ് ചെയ്യുമെന്ന് അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ അവൾ ആ കിണർ കണ്ടെത്തും. അത് കഴിഞ്ഞ് അവൾ നേരെ വീട്ടിലേക്കാണ് പോയത്.
ഉച്ചയ്ക്ക് ടെൻഷനോടെ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണവും കഴിക്കും. അപ്പനും അമ്മയും ഈ സമയം ലൗലി തിരികെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സന്ധ്യയായിട്ടും ലൗലി തിരികെ വരാത്തതുകൊണ്ട് അപ്പൻ അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഈ സമയം ബ്ലെസ്സി കുറ്റബോധവും പേടിയും കാരണം അകത്തെ മുറിയിലിരുന്ന് കരയുകയായിരുന്നു. അപ്പൻ പോയ പുറകെ അവൾ സന്ധ്യാസമയത്ത് വീട്ടുകാരും ശ്രദ്ധിക്കാതെ ഡാനിയുടെ അടുത്തേക്ക് പോവാണ്. പോകുന്ന വഴിയാണ് അവൾ ചെത്തുകാരൻ സഹദേവന്റെ വീട്ടിൽ നിന്നും അയാൾ പുറത്ത് അയൽ ഉണക്കാനിട്ടിരുന്ന ലുങ്കി എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ അവൾ ആശ്രമത്തിലെത്തും. ഡാനി എന്നിട്ട് അവൾ കൊണ്ടുവന്ന ആ ലുങ്കി കീറി ലൗലിയുടെ കൈയും കാലും ബന്ധിച്ചിട്ട് അവളുടെ ശരീരം ഒരു ചാക്കിലാക്കും. എന്നിട്ട് ആ രാത്രി തന്നെ ലൗലിയെ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ടൈമിൽ അവർ രണ്ടുപേരും കൂടി ആ ബോഡി ഒരു തരത്തിൽ എടുത്തുകൊണ്ടുപോയി ഒരു പൊന്തക്കാട്ടിനുള്ളിൽ വെക്കും. സഹദേവന്റെ വീടിന്റെ അടുത്തായിരുന്നു ആ സ്ഥലം. അയാൾ വീടിനെ പുറത്തിറങ്ങിയത് കണ്ടുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. സഹദേവനെ കാണുമ്പോൾ ഡാനി ബ്ലെസ്സിയോട് പറയും, അയാളുടെ വീട്ടിലെ ആളുകൾ ഉറങ്ങാൻ ഇനിയും സമയമെടുക്കും, അതുകൊണ്ട് ബ്ലെസ്സി പൊക്കോ, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ബ്ലെസ്സിയെ അവൻ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ബ്ലെസ്സി അവിടെ നിന്നും മനസ്സില്ലാ മനസ്സോടെ തിരികെ വീട്ടിലേക്ക് വരും. എന്നിട്ട് എല്ലാവരും ഉറങ്ങിയ തക്ക നോക്കി ഡാനി ബോഡി കൊണ്ടുപോയി കിണറ്റിൽ തള്ളുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തോമസ് അച്ഛൻ മടങ്ങി വന്നപ്പോഴേക്കും ഡാനി സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ പറയാതെയുള്ള ആ പോക്കും ലൗലിയുടെ മരണവാർത്തയും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഡാനിയോട് തന്നെ അച്ഛൻ ചോദിച്ചെങ്കിലും അവനൊന്നും സമ്മതിച്ചില്ലെന്നാണ് തോമസ് അച്ഛന്റെ മൊഴി. അതത്ര വിശ്വസിക്കാൻ പറ്റില്ല എന്ന് SP പറയും. അങ്ങനെ കേസിന്റെ വിശദീകരണമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ കേസിന്റെ ഫർദർ മൂവ്മെന്റ്സ് എന്തായാലും ഒരുപാട് സൂക്ഷിച്ചു വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ആ ഹെഡ് ഓഫീസർ അവിടെ നിന്ന് പോവുകയാണ്. സീൻ കട്ടായിട്ട് ലവ്ലി മാത്തൻ കേസിലെ പ്രതിയായ ഡാനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വന്ന ആനന്ദിനെയും ടീമിനെയും കാണിക്കും. തോമസ് അച്ഛൻ തന്നെയാണ് അവനെ സമാധാനിപ്പിച്ച് അവർക്കൊപ്പം പറഞ്ഞയക്കുന്നത്. ഡാനി ആണെങ്കിൽ ആകെ പടക്കരച്ചിലുമാണ്. അങ്ങനെ അവനെ അവർ കൂട്ടിക്കൊണ്ടുപോകും. പോകുന്നതിന് മുൻപ് ഡാനി അച്ഛനെ ഒന്ന് നോക്കുന്നുണ്ട്. അവനെ അവർ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ വെക്കുകയാണ്. വാങ്ങിക്കൊടുത്ത ഭക്ഷണവും അവൻ കഴിക്കുന്നില്ല. സമനില തെറ്റി ഒരു ഭ്രാന്തനെ പോലെ അവൻ സെല്ലിനകത്തുകൂടെ നടക്കുകയാണ്. കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുകൊണ്ട് അവന് ഒരു കുഴപ്പവും സംഭവിക്കാതെ ആനന്ദ് ഉറങ്ങുക പോലും ചെയ്യാതെ അവന് കാവലിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ അവനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാനായി കൊണ്ടുപോവുകയാണ്. ഈ സമയം SP വിളിച്ചിട്ട് പറയും, കോടതിയിൽ മീഡിയാസും സഭക്കാരും ഒക്കെ കൂടിയിട്ടുണ്ട്, അതൊന്നും മൈൻഡ് ആക്കേണ്ട, ഡാനിയെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന്. അവരങ്ങനെ കോടതിയിലെത്തും. പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ കോടതിക്ക് അകത്തേക്ക് ആനന്ദും ടീമും കൂടി ഡാനിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആനന്ദിന്റെ ശ്രദ്ധ ഒന്ന് മാറിയ കറക്റ്റ് തക്ക നോക്കി ഡാനി അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടും. കോടതിയുടെ അകത്തേക്ക് കയറിയത് കൊണ്ട് ഡാനിയുടെ ഒരു കയ്യിൽ മാത്രമേ വിലങ്ങുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവൻ ഇത്ര ഈസി ആയിട്ട് രക്ഷപ്പെട്ടത്. അവനെ പിടിക്കാനായി ആനന്ദ് ഉൾപ്പെടെയുള്ള അയാളുടെ ടീം ഡാനിയുടെ പിന്നാലെ ഓടുമെങ്കിലും അവൻ അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ചിട്ട് നേരെ ഒരു റെയിൽവേ പാളത്തിലേക്കാണ് ഓടിപ്പോകുന്നത്. ആ സമയം കറക്റ്റ് ട്രെയിനും വരാറായിട്ടുണ്ടായിരുന്നു. ആനന്ദിന് അവനെ പിടിക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ ഡാനി അവരുടെ ഒക്കെ കൺമുൻപിൽ വെച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യും. ഇത് കണ്ട് ആനന്ദ് ബാക്കി ഓഫീസേഴ്സും തെറിച്ചു നിന്ന് പോവുകയാണ്. കാരണം അവരുടെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഉറപ്പായും ആനന്ദിനൊക്കെ എതിരെ ആക്ഷൻ വരും. അതിനേക്കാളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എതിർപ്പുകളൊക്കെ മറികടന്ന് ആനന്ദ് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ കേസ് തെളിയിച്ചത്. അതിലെ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ആനന്ദും സംഘാംഗങ്ങളും ഒരുപാട് നിരാശരാകും. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ആനന്ദിനും സുഖുവിനും കബീറിനും സേനനും അവരുടെ അശ്രദ്ധ കാരണമാണ് പ്രതി ആത്മഹത്യ ചെയ്തത് എന്ന് കാണിച്ച് സസ്പെൻഷൻ കൊടുക്കും. SP തന്നെയാണ് ഏറെ വിഷമത്തോടുകൂടി അവരെ സസ്പെൻഡ് ചെയ്തത്. ഇതറിയുമ്പോൾ ആനന്ദിനെതിരെ നിന്ന മറ്റ് ഓഫീസേഴ്സിനെല്ലാം ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവർക്ക് 4 പേർക്കുമെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആനന്ദിന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ അവസാനിച്ച് പ്രസന്റിൽ അയാൾ സസ്പെൻഷൻ കാലാവധിയൊക്കെ തീർന്ന് SP ഓഫീസിന് മുന്നിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ച് ഫസ്റ്റ് പാർട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ സിനിമയുടെ ബാക്കി കഥ അടുത്ത പാർട്ടായിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ മറ്റൊരു ക്രൈം അന്വേഷിക്കുന്നതിന്റെ കഥയാണ് പറയുന്നത്. ആ കേസ് തെളിയിക്കാൻ ആനന്ദിന് പറ്റുമോ എന്നറിയാനായി തീർച്ചയായും അടുത്ത പാർട്ടും കൂടി നിങ്ങൾ കാണണം. ആ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് കേസിന്റെ കഥ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇതിന്റെ ബാക്കി വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം.